രൂപയുടെ മോതിരം എന്റെ പിറന്നാൾ സമ്മാനം. വെറും കളിപ്പാട്ടാണെന്ന് വിചാരിച്ചോ? എന്റെ കണ്ണിൽ ഇതൊരു വൈരമോതിരമാണ്. താങ്ക് യു സുരേന്ദ്രൻ. ഓക്കെ, ലെറ്റ് us start. ഒരു രാജകുമാരിക്ക് നൽകുന്ന പിറന്നാൾ വിരുന്ന്, കട്ട്ലറ്റ്, കോഫി. ഈ പിറന്നാൾ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. സംഗീതയുടെ വീട്ടിൽ വലിയ ആഘോഷമായിരിക്കും അല്ലേ? ഇന്ന് എന്റെ പിറന്നാളാണെന്ന കാര്യം അച്ഛനറിയാൻ തോന്നുന്നില്ല. അതെന്താ? രാവിലെ അച്ഛനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല. രാവിലത്തെ ധൃതിക്കിടയിൽ മറന്നിരിക്കും, പിന്നീട് ഓർത്തിട്ടുണ്ടാവും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മാത്രമേ തമ്മിൽ കാണാറുള്ളൂ. പിന്നെ അച്ഛൻ തിരക്കിലാവും. അച്ഛന്റെ ലക്ഷങ്ങൾക്കും കോടികൾക്കും ഇടയിൽ എന്റെ കൊച്ചു കൊച്ചു മോഹങ്ങൾക്ക് എന്ത് സ്ഥാനം? ഞങ്ങളുടെ വീട്ടിൽ ആരുടെ പിറന്നാൾ വന്നാലും ഭയങ്കര ബഹളമാണ്. ഒരാഴ്ചക്ക് മുമ്പ് തന്നെ സുമൺ ഒരുക്കങ്ങൾ ആരംഭിക്കും. വീടെടുത്ത് മലർത്തി വച്ചിടയും. പാട്ട്, ഡാൻസ് എന്ത് രസമാണെന്നോ. ഞങ്ങൾ അമ്മയും മക്കളും ഫ്രണ്ട്സിനെ പോലെയാണ്. ഇനി എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഇത് ധാരാളം. ഐസ്ക്രീം? നോ നോ പ്ലീസ്. ഐസ്ക്രീമിന് പറയാം. എന്നിൽ രൂപയുണ്ട്. വേണ്ട സുരേന്ദ്രൻ. എങ്കിലൊരു കാര്യം ചെയ്യാം, രണ്ടുപേർക്കും കൂടി ഒരു ഐസ്ക്രീം, 50-50. എന്താ? ഓക്കെ. വെയിറ്റർ, വീടെല്ലാം അലങ്കരിച്ചിരിക്കുന്നുണ്ടോ? എന്റെ അച്ഛൻ മകളെ സ്നേഹിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. സംഗീത പോകൂ, അച്ഛൻ കാത്തിരിക്കാവൂ. നാളെ 3 മണിക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതുവരെ നീ എവിടെയായിരുന്നു? 5 മണിക്ക് വീട്ടിലെത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്താ എന്റെ ചോദ്യത്തിന് മറുപടിയില്ലേ? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. കൂട്ടുകാരികളൊത്ത് ഞാൻ റെസ്റ്റോറന്റിൽ പോയി. നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെയാണ് നേരത്തെ വീട്ടിൽ വരാൻ പറഞ്ഞത്. എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ഞാൻ നിനക്കൊരു പ്രസന്റ് തരാറുള്ള കാര്യം നീ എന്തുകൊണ്ട് ഓർമ്മിച്ചില്ല? കൊളമേ, ഇതാണ് നിനക്കുള്ള പിറന്നാൾ സമ്മാനം. വില കൂടിയ സമ്മാനങ്ങളൊന്നും എനിക്ക് വേണ്ട. സ്നേഹപൂർവ്വമുള്ള ഒരു നോട്ടം, മധുരമായ ഒരു വാക്ക്, ഇതൊക്കെയാണ് അച്ഛനിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. മാധേക്കുട്ടി, മാധേക്കുട്ടി, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? മുഖത്ത് ചലന്തി വല, കയ്യെ ചൂല്. യോ, ഇന്നല്ലേ ഞായറാഴ്ച. അതിന് ഞാൻ എന്ത് വേണം? ഇപ്പഴെത്തും. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ബാക്കിയുള്ളവരുടെ മാനം കെടുത്തു. നീ എന്താ പാമ്പ് ചെത്ത പാമ്പാട്ടിയെ പോലെ വിഷമിച്ചിരിക്കുന്നേ? പുറത്തേക്ക് പോകുന്നല്ലേ? കയ്യിലൊരു പൈസ ഇല്ല, എങ്ങോട്ട് പോവാനാ? പൈസ ഞാൻ തരാം, പോയി ഒരുങ്ങിക്കോ. അമ്മയ്ക്ക് എന്ത് പറ്റി?
വണ്ടർഫുൾ. എന്താ ഓമന നിന്റെ മുഖത്ത്? കഥകളിക്ക് ചുട്ടി കുത്തിരിക്കുന്നു. ഇതൊരു പുതിയ ക്രീമാ, മുഖം വെളുക്കം. പോയി മുഖം കഴുക. ഇന്ന് നിനക്ക് അമ്പലത്തിൽ പോണ്ടേ? ഞാൻ വൈകിട്ട് പൊക്കോളാം. രാവിലെ തന്നെ പോയിക്കോ. പന്തിരടി സമയത്ത് തൊഴാം. വളരെ വിശേഷമാ. ഇന്നാ എന്തിനാ ഇത്? നിനക്ക് വേണ്ടേ? കൊള്ള രൂപ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? ഈ നോട്ട് കണ്ടാൽ ഡെഡ് ബോഡി പോലും എഴുന്നേറ്റ് വരും. താണ്ട വരുന്നു ഡെഡ് ബോഡി. അമ്മ അതുകൂടെ എനിക്ക്. അമ്മ പെട്ടെന്ന് ഇത്ര ജനറസ് ആവാൻ എന്താ കാര്യം? ഷീസ് ഓൾവേസ് ജനറസ്. നോ നോ, കാശ് ചോദിച്ചാൽ 1 രൂപ നോട്ട് കയ്യിൽ വെച്ച് തിരുമുന്ന അമ്മ ഇന്ന് ഇത്ര ലാവിഷാകണമെങ്കിൽ there is something. പോടാ. അമ്മയ്ക്ക് പെട്ടെന്ന് നമ്മളോട് സ്നേഹം കൂടിക്കാണും. ചേച്ചി ഒരു കടിഞ്ഞൂൽ പൊട്ടി തന്നെ സംശയമില്ല. ചേച്ചി സത്യം പുതിയ നോട്ട്. നീ എന്നെ ടൈ കണ്ടോ? എടാ നീ എന്നെ ടൈ കണ്ടോന്ന്? കുട്ടാ നീ കണ്ടോ ടൈ? ഈ നശിച്ച വീട്ടിൽ ഒരൊറ്റ സാധനം പോലും വെക്കുന്നിടത്തിരിക്കില്ല. നീ കിടന്ന് ബഹളം വെക്കാതെ രാമു. തൈ ഞാനാ എടുത്തത്. നീ ഇത് ശരിക്കൊന്ന് കെട്ടിത്താ. അല്ല, അച്ഛൻ എന്തായിരുന്നു പതിവില്ലാത്ത ഒരു ഒരുക്കം? ഇന്ന് ഞായറാഴ്ചയല്ലേ, പുറത്തേക്കൊന്ന് പോകാമെന്ന് കരുതി. അച്ഛാ ഞാനും കൂടെ വരുന്ന അച്ഛാ, നമുക്ക് ടൗണിൽ പോവാം. എടാ മോനെ, നിനക്ക് ഹോംവർക്ക് ഒന്നും ചെയ്യാനില്ലേ? അത് ഞാൻ രാത്രി ചെയ്തോളാം. എടാ രാമു, നീ പോകുമ്പോ ഇവനെ കൂടെ ഒന്ന് കൊണ്ടുപോടാ. ഞാൻ പോകുന്നത് മ്യൂസിക് റിഹേഴ്സല്ല. അവിടെ ഇവരെ കൊണ്ടുപോയി തബലയിലും ഗിറ്റാറിലും ഒക്കെ തട്ടുകയും മുട്ടുകയും ചെയ്യും. അവൻ കൊച്ചല്ലേ, ഒന്ന് തട്ടിക്കോട്ടെ. എടാ മോനെ, നീ തട്ടുമ്പോൾ പിന്നെ ശബ്ദമില്ലാതെ തട്ടണം. അച്ഛാ അച്ഛാ എനിക്ക് 2 രൂപ താ അച്ഛാ, ഞാൻ മോർണിംഗ് ഷോ കണ്ടോളാം. 2 രൂപ. പിന്നെ റോഡെല്ലാം സൂക്ഷിച്ച് ക്രോസ് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ. എനിക്കൊരു 10 രൂപ വേണം. വെക്കോ വെക്കോ. നീ എങ്ങും പോകുന്നില്ലടാ മോനെ? ഒരു 15 മിനിറ്റ് തന്നാൽ പോവാം. 10 രൂപ അത് മതി. മെക്കാനിക് സാറിന് എന്താ വേണ്ടത്? കാർബറേറ്റർ പിന്നെയും കേടായി. ഓ, നിന്റെ ഒടുക്കത്ത് ഒരു കാർബറേറ്റർ. എത്ര രൂപ വേണം? 65 രൂപ. എന്റെ ദൈവമേ, ഒരു വലിയ ശിക്ഷ തന്നെ. ഇതാ 70 രൂപയുണ്ട്. ഈ മാസവും കള്ളക്കടം മേടിക്കേണ്ടത് തന്നെ. എന്ത് പറ്റി? കഴുത്തിൽ ടൈ, ചുണ്ടിൽ ചിരി, മക്കൾക്ക് രൂപ വാരി വാരി കൊടുക്കുന്നു. എല്ലാം ഒന്ന് ഇറങ്ങിയാട്ടെ, എനിക്ക് വീട് പൂട്ടണം. 17 വയസ്സുകാരിയെ പോലെ നാണിച്ച് നിൽക്കാതെ അകത്തേക്കല്ലേ? എനിക്കാകെ ഒരു പരിഭ്രമം. ഇതൊന്നും വേണ്ടില്ലായിരുന്നു. അങ്ങേരവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ഒടിയല്ലേ? താൻ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ധൈര്യമായിട്ടിരിക്കേ. പുലിവാല് പിടിക്കാന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ചേച്ചേ കുറച്ചില്ല. തന്റെ ഈ പ്രായത്തിൽ ഒരു പെണ്ണുകാരൻ നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് സുഹൃതം ചെയ്യണം. മാധവിക്കുട്ടി വരുന്നുണ്ട്. അപ്പോ നിങ്ങളെ രണ്ടുപേരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ ഇരുന്ന് ചായയും കുടിച്ച് വർത്തമാനം പറഞ്ഞാട്ടെ. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. സോറി, നേരെ നിൽക്കാൻ മറന്നുപോയി. അല്ല, ഞാൻ പോയേക്ക്.
മധുരം അധികം വേണ്ട. എനിക്ക് ലേശം ഷുഗറിന്റെ ഉപദ്രവമുണ്ട്. ഞാനും മധുരം കുറച്ച് ഉപയോഗിക്കൂ. പണിക്കേണ്ട നിർബന്ധം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ പ്രായത്തിൽ നമ്മൾ... അതെ, ദേവകിയമ്മ എനിക്കും സ്വൈര്യം തരുന്നില്ല. എനിക്ക് 3 കുട്ടികളുണ്ട്. എനിക്ക് 4 ഉണ്ട്. ചായ തണുക്കും. നല്ല രസീൻ ചായ. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെ പല അബദ്ധങ്ങളും പറ്റിപ്പോകും. സോറി. ക്ഷമിക്കണം, ചിലപ്പോൾ എനിക്ക് ചിരി വന്നാൽ നിർത്താൻ പറ്റില്ല. എനിക്കും അങ്ങനെ.